റോമർക്കെഴുതിയ ലേഖന പഠനം 116 അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ബൈബിളിൽ തന്നെ ഏറ്റവും വിവാദം നിറഞ്ഞ, ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു വേദഭാഗത്തിൻ്റെ അവസാനത്തെ വിശദീകരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. റോമലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വേദഭാഗം. ഇതിൻ്റെ അവസാനത്തെ വിശദീകരണം കഴിഞ്ഞ അവതരണത്തിൽ നമ്മൾ ആരംഭിച്ചു, ഇന്ന് ഉപസംഹരിക്കുകയാണ്. 116 അവതരണം, റോമലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെ. ഒരു ചോദ്യത്തോടെ നമുക്ക് ആരംഭിക്കാം. സകല മനുഷ്യർക്കും പാപം ചെയ്യാനുള്ളൊരു പ്രകൃതി അവരിലുണ്ടോ? പാപപ്രകൃതി മനുഷ്യരിലുണ്ടോ? അതുകൊണ്ടാണ് അവർ പാപം ചെയ്യുന്നത്. പാപത്തിലേക്ക് നയിക്കുന്നൊരു പ്രകൃതി മനുഷ്യരിലുണ്ടോ? ഈ ചോദ്യത്തിലുള്ള ഉത്തരമാണ് ഈ വേദഭാഗം നൽകുന്നത്. റോമലേഖനം 5, 12 മുതൽ 21 വരെ. മനുഷ്യവർഗത്തെ ശരിയായ തരത്തിൽ മനസ്സിലാക്കുന്നതിന് റോമലേഖനം 5-ാം അധ്യായത്തിലെ 12 മുതൽ 21 വരെയുള്ള വേദഭാഗം സഹായിക്കുകയാണ്. മനുഷ്യവർഗം ദൈവക്രോധത്തിന് അടിമകളായി കിടക്കുന്നു. അതൊരു സ്വഭാവമായി തീർന്നിരിക്കുകയാണ്. നമ്മുടെ പൂർവ്വ പാരമ്പര്യങ്ങളിലൂടെ ആദാമിലൂടെ പകർന്നു വന്ന, ലോകത്തിലേക്ക് പ്രവേശിച്ച പാപത്തിൻ്റെ ഭവിഷ്യത്ത് സ്വാധീനം കൊണ്ട് ഭൂമി മുഴുവൻ കളങ്കിതമായി ശപിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നത് കൊണ്ട് വന്നിരിക്കുന്നൊരവസ്ഥയാണ്. മനുഷ്യ കുടുംബത്തിൽ, മനുഷ്യ കുലത്തിൽ നാം ജനിച്ചു വീഴുമ്പോൾ നാം പാപത്തിൻ്റെ അന്തരീക്ഷത്തിലേക്കാണ് ജനിച്ചു വീഴുന്നത്. ദൈവക്രോധം നമ്മുടെ മേൽ വരുവാൻ കാരണമാകും. എങ്ങനെ? നാം ഓരോരുത്തരും പാപം ചെയ്തതിൻ്റെ ഫലമായി. ആദാം പാപം ചെയ്തതിൻ്റെ ഫലമായി നാം ഒരിക്കലും പാപികളാകുന്നില്ല. നാം പാപികളായിത്തീരുന്നത് നാം പാപം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നിങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ എന്നാണ് പറഞ്ഞത്. ആദാം പാപം ചെയ്തതുകൊണ്ടല്ല നാം പാപികളായത്, എല്ലാവരും പാപം ചെയ്തു. എഫേസ്യ ലേഖനം 2:3 അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിന് മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. നാം പാപം ചെയ്യുന്ന ഫലമായിട്ടാണ് ദൈവകോപത്തിൻ്റെ മക്കളായി. ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിന് വെളിപ്പെടുവാൻ റോമർ 5:19 പറയുന്ന പോലെ ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും പാപം ചെയ്തു. പാപം ഏക മനുഷ്യനായ ആദാം ലോകത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നു. അതിൻ്റെ ഫലമായി എല്ലാവരുടെയും തീരുമാനം പാപത്തിൻ്റേതായി മാറി. റോമർ 7:9 പറയുന്ന പോലെ ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. പാപം എന്താണെന്ന് ബോധ്യപ്പെട്ടത് ദൈവത്തിൻ്റെ നിലവാരം, നിയമം കണ്ടപ്പോഴാണ്. അപ്പോൾ ഇവിടെ നാം വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു, തിരുവെഴുത്തും മനുഷ്യ സ്വഭാവവും വ്യക്തമായി തെളിയിക്കുന്നു. നാം പാപികളായി മാറിയത് നാം പാപം നിറഞ്ഞൊരു സമൂഹത്തിലാണ്. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം നമ്മുടെ രക്തത്തിലുള്ളതിനെ ജീൻ എന്ന് വിളിക്കും. ആ ജീൻ നിമിത്തമല്ല നാം പാപികളായത്. നാം ജനിച്ചു വീണത് പാപം നിറഞ്ഞൊരു സാഹചര്യത്തിലാണ്. മനുഷ്യൻ പാപികളാകുന്നത് അവൻ്റെ സ്വന്തം തീരുമാനവും അവൻ്റെ ജീവിത ശൈലി നിമിത്തമാണ്. അവൻ്റെ സ്വന്തം തീരുമാനമാണ്. പാപിയായിട്ടല്ല ജനിക്കുന്നത്. നാം അതിന് വ്യക്തമായി കണ്ടു. മത്തായിയുടെ സുവിശേഷത്തിൽ ക്രിസ്തു ശിശുക്കളോട് സംസാരിച്ചത് മറ്റ് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി. സകല മനുഷ്യരും പാപികളായിത്തീരുന്നത് മനുഷ്യൻ വസിക്കുന്ന ഭൂമിയിലേക്ക്, ഈ പ്രതലത്തിലേക്ക് ആദാം പാപത്തെ കൈപിടിച്ച് കൊണ്ടുവന്നതുകൊണ്ടാണ്. മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പാപം മാറുന്നൊരവസ്ഥയുണ്ടായി. അതിൻ്റെ കാരണക്കാരൻ ആദാമായിരുന്നു. തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള സകല മനുഷ്യരും പാപം ചെയ്യുവാൻ തീരുമാനമെടുത്തു. കാരണം എല്ലാവരും പാപം ചെയ്യുകയാൽ എന്ന് ദൈവം പറഞ്ഞാൽ നമുക്ക് തർക്കിക്കാൻ അവകാശമില്ല. പാപത്തിൻ്റെ തോത് പലതരത്തിലായിരിക്കാം. ദൈവത്തിൻ്റെ നിലവാരം, ദൈവമെന്ന ലക്ഷ്യത്തെ നഷ്ടപ്പെടുത്തുന്നത് തന്നെയാണ് പാപം. ലക്ഷ്യം തെറ്റിയ അവസ്ഥ. ഓരോരുത്തരും പല തരത്തിലാണ്. അപ്പോൾ എല്ലാവരും അവരുടെ തീരുമാനം പാപത്തിന് വേണ്ടിയായിരുന്നു, പാപം ചെയ്യുവാനായിരുന്നു.
അറിഞ്ഞോ അറിയാതെയോ ഒരു സമയത്ത് അല്ലെങ്കിൽ നിരന്തരമായി നാം ചെയ്തു പാപത്തിൻ്റെ തീരുമാനങ്ങളെടുത്തു. ഇതാണ് റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-ാം അധ്യായം 20-ാം വാക്യം വരെ ലോകത്തെ മനുഷ്യകുലത്തെ പല ഗ്രൂപ്പുകളായിരിക്കുന്ന പല വിഭാഗങ്ങളായ മനുഷ്യകുലത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലരുടെ ദൈവാത്മാവ് പറഞ്ഞു, നിങ്ങൾക്ക് പ്രതിവാദം പറയാനില്ല. അത് യഹൂദന്മാരാകട്ടെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം കിട്ടിയവർ, ജാതികളാകട്ടെ, ദൈവം മനസാക്ഷിയും മറ്റ് സംവിധാനങ്ങളും നൽകിയവർ, ലോകം പ്രകൃതിയെ തന്നെ അതിനുവേണ്ടി വെച്ചു. അപ്പോൾ ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ മനുഷ്യർ ചെയ്ത പാപിയാണ്, എല്ലാവരും പാപം ചെയ്തു എന്ന വിധി നിർണയം റോമലേഖനം 3-ൽ നമ്മൾ കണ്ടു. റോമലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം, റോമലേഖനം 3-ന്റെ 9-ാം വാക്യം. ആകയാൽ നമുക്ക് വിശേഷതയുണ്ട്, അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൽ കീഴാകുന്നു. ഞാൻ മുമ്പേ തെളിയിച്ചുവല്ലോ. 3-ന്റെ 23-ലും പറഞ്ഞു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും പാപം ചെയ്തു. അല്ല ആദാം പാപം ചെയ്തു എന്നല്ല. പാപം ചെയ്തുകൊണ്ടല്ല നാം പാപിയായത്. ആദാം പാപത്തെ ലോകത്തിൽ കൊണ്ടുവന്നു. ലോകത്തിലെ അന്തരീക്ഷത്തിൽ പാപം നിറഞ്ഞു. പക്ഷെ മനുഷ്യരെല്ലാവരും പാപം ചെയ്തു. ഈ പാപത്തിൻ്റെ ചങ്ങല മുറിച്ചത് ഒരേ ഒരാളേ ഉള്ളൂ. മനുഷ്യരായി ജനിച്ചു വീണിട്ടും പാപത്തിൻ്റെ ആ ചങ്ങല മുറിച്ച് മാറ്റിയത് ഒരേ ഒരാളേ ഉള്ളൂ, കർത്താവ് യേശു ക്രിസ്തു. ക്രിസ്തു മാത്രമേ മനുഷ്യനായി ജനിച്ചിട്ടും പാപത്തിൽ കീഴ്പ്പെടാതിരുന്നുള്ളൂ. അത് വ്യക്തമായി റോമലേഖനം 8-ൽ വരുമ്പോൾ കാണാം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിന് സാധിപ്പാൻ ദൈവത്തിൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപിയായിട്ടല്ല, പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. കർത്താവ് യേശുവിന് മാത്രമേ ധൈര്യമായി ചോദിക്കാൻ പറ്റുള്ളൂ, ആർ എന്നിൽ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? അവനിൽ പാപമില്ല, അവൻ്റെ വായിൽ ഒരു തിന്മയും ഉണ്ടായിരുന്നില്ല, അവനിൽ പാപമുണ്ടായിരുന്നില്ല. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെ എബ്രായ ലേഖനം വളരെ വ്യക്തമായി തന്നെ ഇത് കാണിച്ചു തരും. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി കടന്നു വന്ന് മരണത്തിൻ്റെ അധികാരിയെ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. കാരണം പിശാചിൻ്റെ മേൽ വിജയം നേടാൻ കഴിയണമെങ്കിൽ തന്നിൽ പാപത്തിൻ്റെ അംശമില്ല, പാപത്തിൻ്റെ ചായ്വില്ല, പാപത്തിൻ്റെ ചിന്തയില്ല, പാപപ്രവൃത്തിയില്ല, തൻ്റെ യാതൊരു മേഖലകളിലും പാപമില്ല. അതുകൊണ്ടാണ് സാത്താനെ തോൽപ്പിക്കാൻ സാധിച്ചത്. അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് മനുഷ്യകുലത്തെ വീണ്ടെടുക്കാൻ സാധിച്ചത്. എബ്രായ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 16 വരെയും പറയും. അപ്പോൾ പാപത്തിൻ്റെ ചങ്ങല മുറിച്ചത് ക്രിസ്തുവാണ്. ഭൂമിയിലുള്ള സകല മനുഷ്യരും പാപം ചെയ്തു, പാപികളായി മാറി. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പക്വതയുള്ള തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള എല്ലാവരും. ഇപ്പോൾ റോമലേഖനം 5-ന്റെ 20-21 വാക്യങ്ങൾ വായിച്ച് നമുക്ക് നമ്മുടെ ഉപസംഹാരത്തിലേക്ക് നീങ്ങാം. റോമർ 5:20-21 എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടത് തന്നെ. നാം ഒരിക്കൽ ചിന്തിച്ചതാണ്. എന്നാൽ അല്പം കൂടി ഒന്ന് നമ്മൾ ഉപസംഹാരത്തിൽ എത്തി നിൽക്കുമ്പോൾ അല്പം കൂടി വിശദീകരിക്കുകയാണ്. ഇപ്പോൾ വ്യക്തമായ ഒരു മനോഭാവം, ഒരു ജീവിതശൈലിയും ആവശ്യമാണ് ഒരു വ്യക്തി പാപിയായി മാറുന്നതിന്. ഒരു പാപിയായി മാറുന്നതിന് ഒരു മനോഭാവവും ഒരു ജീവിതശൈലിയും തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ നീതിമാനായി മാറുവാനും വ്യക്തമായൊരു മനോഭാവം അല്ലെങ്കിൽ ചിത്തസ്ഥിതി അല്ലെങ്കിൽ ഒരു ജീവിതശൈലി ആവശ്യമാണ്. ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ ലഭിച്ച നീതി, അതിന് ക്രിസ്തുവിൻ്റെ മനോഭാവവും ജീവിതശൈലിയും എന്തായിരുന്നു? വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. റോമലേഖനം 1-ന്റെ 5, 12, 16, 17 വാക്യങ്ങളിൽ പുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു വിശ്വാസം, ദൈവവിശ്വാസം. കൂടാതെ അനുസരണം, ജീവിതശൈലി. തൻ്റെ ജീവിതശൈലി അനുസരണത്തിൻ്റെതാണ്. റോമലേഖനം 16-ന്റെ 25-26 വാക്യങ്ങളിലും പൗലോസ് ഈ ലേഖനത്തിൻ്റെ അവസാന അധ്യായത്തിൽ അത് വ്യക്തമായി വിശദീകരിക്കും. 16-ന്റെ 25-26 വാക്യങ്ങളിൽ അതിൻ്റെ 25 പറയും, പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയ ദൈവത്തിന് ക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം. അപ്പോൾ വിശ്വാസത്തിന് അനുസരണം വരുത്തുക. അത് 24 വാക്യത്തിൽ സകല ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ അനുസരണത്തിൻ്റെ ആവശ്യം. അതാണ് ജീവിതശൈലി. അതാണ് ഒരുവനെ നീതിമാനാക്കുന്നത്. അത് ക്രിസ്തുവിലൂടെയാണ് ലഭിച്ചത്. അപ്പോൾ ക്രിസ്തുവിലൂടെ ലഭിച്ചതായ ആ ഒരു നീതീകരണത്തിൻ്റെ അടിസ്ഥാന തൻ്റെ മനോഭാവം എന്തായിരുന്നു? വിശ്വാസം, തൻ്റെ ജീവിതശൈലി, അനുസരണം. അതുപോലെ പാപിയായി തീർന്ന് ആദാമിലൂടെ ലഭിച്ച പാപികൾ എന്ന അവസ്ഥയുടെ അടിസ്ഥാനം മനോഭാവം എന്തായിരുന്നു? അവിശ്വാസം മനോഭാവം,
ജീവിതശൈലി അനുസരണക്കേട്. അനുസരണക്കേട് ഒരുവനെ പാപിയാക്കുന്നു. അവന് ദൈവത്തിൽ വിശ്വാസമില്ല. അതുകൊണ്ട് ഭൗതിക മരണം, പാപസാന്നിധ്യം ലോകത്തിൽ നിറഞ്ഞു. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. മരണം ലോകത്തിലേക്ക് കടന്നു. ഭൗതിക മരണം. പാപം ലോകത്തിൽ കടന്നു. ലോകത്തിൽ മുഴുവൻ പാപം പരന്നു. അത് ആദാം കൈയൊടിച്ച് കൊണ്ടുവന്നതാണ്. ആദാം കൊണ്ടുവന്ന അവസ്ഥയാണ്. പക്ഷേ ആത്മീക മരണം, ഇത്രയും നമ്മൾ പറഞ്ഞു ഭൗതിക മരണം. ആത്മീക മരണം ഓരോ മനുഷ്യരും പാപം ചെയ്യുവാൻ തീരുമാനമെടുക്കുന്നതിൻ്റെ ഫലമാണ്. മരണ ലോകത്തിലേക്ക് വന്നു. പക്ഷെ ഓരോ മനുഷ്യരും, എല്ലാവരും പാപം ചെയ്യുകയാണ്. ഓരോ മനുഷ്യരും പാപം ചെയ്യുവാൻ സ്വയം തീരുമാനമെടുത്തതിൻ്റെ ഫലമായിട്ടാണ് ആത്മീക മരണം സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് ആദാമിലൂടെ ഈ 5-ാം പനി അല്ലെങ്കിൽ മണ്ണൻ എന്ന് പറഞ്ഞ രോഗം ലോകത്തിൽ വന്നു എന്ന് വിചാരിക്കുക. ആദാമിലൂടെ ആ രോഗം ഭൂമിയിൽ വന്നു. അതിൻ്റെ അർത്ഥം ആദാമിൻ്റെ പരമ്പരയായി ജനിക്കുന്ന എല്ലാവർക്കും ഈ 5-ാം പനി അല്ലെങ്കിൽ മണ്ണൻ എന്ന അസുഖം വരണമെന്നല്ല, ഉണ്ടാകണമെന്നില്ല. ആദാം കൊണ്ടുവന്നു. ആ വലിയ രോഗത്തിൻ്റെ അവസ്ഥ, അണുക്കൾ ലോകത്തിലുണ്ട്. അതുകൊണ്ട് തൻ്റെ പിന്നാലെ ജനിക്കുന്ന എല്ലാവരും അങ്ങനെ വരണമെന്നില്ല. അതിലും ഭയാനകമാണ് പാപം നിറഞ്ഞൊരു സമൂഹം. പാപം നിറഞ്ഞ സമൂഹം വളരെ പകർച്ചവ്യാധി പോലെയാണ്. അങ്ങനെ ലോകത്തിൽ പാപം നിറഞ്ഞു കിടക്കുന്നു. ലോകത്തിലേക്ക് പാപം വന്നു. ഏകമനുഷ്യരാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ഒരു വ്യക്തിയെപ്പോലെയാണ് അവതരിപ്പിച്ചത്. പാപം ലോകത്തിലേക്ക് കടന്നു. ഇപ്പോൾ പാപം എല്ലായിടത്തും കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും അവസാനം എടുത്ത തീരുമാനം പാപത്തിലേക്കാണ്. അപ്പോൾ ആദാമിൻ്റെ പാപം ഭൗതിക മരണം കൊണ്ടുവന്നു. നമ്മുടെ പാപം ആത്മീക മരണം കൊണ്ടുവന്നു. ഇത് വിശ്വാസത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ആദാമിൻ്റെ പാപത്താൽ ഭൗതികമായി, ആദാമിൻ്റെ പാപത്തിൻ്റെ ഫലം നമ്മൾ കണ്ടുപോയി. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം മുതൽ മരിച്ചു എന്ന പ്രയോഗം വന്നു. ആദാമിൻ്റെ പാപത്താൽ ഭൗതിക മരണം വന്നു. നമ്മൾ ഓരോരുത്തരും ചെയ്ത പാപത്താൽ ആത്മീക മരണം വരുന്നു. അതേപോലെ മറുവശത്ത് ക്രിസ്തുവിൻ്റെ നീതിയാൽ, നമ്മുടെ നീതിയല്ല, ക്രിസ്തുവിൻ്റെ നീതിയാൽ ഈ ദൈവക്രോധത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടുന്നു. ക്രിസ്തുവിൻ്റെ നീതിയാൽ നമുക്ക് ജീവൻ കിട്ടുന്നു. അതും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല വിശ്വാസത്തിൽ. ലോകത്തിലെ തത്വചിന്തകളോ പിന്തുണയില്ലാത്ത മറ്റ് ന്യായവാദങ്ങൾക്കൊന്നും ഇതിന് വ്യക്തമായ ഉത്തരമില്ല. ഇതുകൊണ്ട് ആ വഴികളിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ നാം ആദാമിനാൽ മരിച്ചു, ഒരു വിധത്തിൽ പറഞ്ഞാൽ ആദാമിൽ മരിച്ചു എന്ന് പറയാം. നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ തെറ്റുകൊണ്ടല്ല. ഭൗതിക മരണ ലോകത്തിലേക്ക് വന്ന് നമ്മുടെ തെറ്റുകൊണ്ടല്ല. ആദാം ചെയ്ത പാപത്തിൻ്റെ ഫലമായി വന്നതാണ്. നമ്മുടെ പ്രശ്നമല്ല അത്. നാം ക്രിസ്തുവിൽ ജീവിക്കുന്നു, അതും നമ്മുടെ യോഗ്യത കൊണ്ടല്ല. ക്രിസ്തുവിൽ നാം പുതിയ ജീവൻ പ്രാപിക്കുന്നതും നമ്മുടെ യോഗ്യത കൊണ്ടല്ല, കൃപയാണ്. അപ്പോൾ ഏക മനുഷ്യനാൽ പാപം ലോകത്തിലേക്ക് വന്നു. ആ പാപത്താൽ മാനുഷികമായതെല്ലാം മരിച്ചു. മനുഷ്യൻ്റെ മരണം എല്ലാ മേഖലകളിലും വ്യാപിച്ചു. യേശു ക്രിസ്തു വരുന്നത് വരെ, കർത്താവ് യേശുവിൻ്റെ ആഗമനം വരെ. മരണം എന്നുള്ളതൊരു സംഭവം മാത്രമല്ല, മരണം ഒരു ശക്തിയാണ്, മരണം ഒരു അധികാരിയാണ്. അതുകൊണ്ട് മരണം വാഴുന്നു എന്ന് പറഞ്ഞു. ഒരു അധികാരിയെപ്പോലെ മരണം വാഴുകയാണ്. റോമലേഖനം 1-ാം അധ്യായത്തിന് 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ സുവിശേഷം എന്ന് പറഞ്ഞ ആ അനുഗ്രഹം വരുന്നത് വരെ മരണം വാഴുകയാണ്. റോമർ 8-3 നമ്മൾ വായിച്ചു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 15 വരെ വിശദമായിട്ട് പറയും. മരണത്തിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തു എന്ന ദൈവപുത്രനിലൂടെ ദൈവം ഒരുക്കിയ വീണ്ടെടുപ്പ് പദ്ധതി. അപ്പോൾ 2 ഭരണം ഇവിടെ കാണാം, 2 വാഴ്ച കാണാം. ഒന്ന് പാപം വാഴുകയാണ്. എന്തിൽ? മരണത്തിൽ. അതാണ് റോമർ 5:20 നമ്മൾ വായിച്ചത്. നമ്മളിത് ഉപസംഹാരത്തിലാണ് ഇതുവരെ പഠിച്ചതിൻ്റെ രത്നച്ചുരുക്കമാണ്. അതുകൊണ്ട് വിശദീകരണം അധികം നമുക്ക് പറ്റില്ല. ഇതുവരെ പഠിച്ചത് ഏകദേശം 13-14 അവതരണങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റോമർ 5:20-21 വാക്യത്തിൽ പറയുന്ന പോലെ അവിടെ വ്യക്തമായി പറഞ്ഞു, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്നു എങ്കിൽ പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. 21 പാപം മരണത്താൽ വാണതുപോലെ. പാപം വാഴുകയാണ്. എന്തിലൂടെ? പാപത്തിൻ്റെ ശമ്പളമായ മരണം എന്ന് പറയുന്ന വലിയൊരു അവസ്ഥയിലൂടെ, ഭീകരമായൊരവസ്ഥയിലൂടെ പാപം വാഴുകയാണ്. ഒരു വലിയ വ്യവസ്ഥയിൽ രാജാവായിട്ടാണ് പാപം ഇരിക്കുന്നത്. ആ നിയമമെന്ന വ്യവസ്ഥയിൽ രാജാവായി പാപം വീഴുകയാണ്. അതിൽ നിന്ന് ഒരു രക്ഷയ്ക്ക് സാധ്യതയില്ല. കാരണം കൃപയില്ല. പാപമാണ്, വാഴുകയാണ്. മരണം നിശ്ചയമാണ്. പാപം പെരുകി, അത് പാപം പെരുകുന്നതിന് കൂടുതൽ വ്യക്തമായി കാണിച്ചിരുന്നതിന് നിയമം വന്നു. കണ്ണാടി വന്നപ്പോൾ നമുക്ക് അവരുടെ മുഖം കണ്ടു.
ഇവിടെ വീഴ്ച കണ്ടു, പതനം കണ്ടു, കുറവ് കണ്ടു, പാപം പെരുകി. അതുകൊണ്ടാണ് പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചെന്ന് പറഞ്ഞു. മറുവശത്ത് കൃപ വാഴുന്നു. ആദ്യം പാപം വാഴുന്നു മരണത്താൽ, മറുവശത്ത് കൃപ വാഴുന്നു ക്രിസ്തുവിൻ്റെ നീതിയാൽ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ആ പരമയാഗത്താൽ പ്രദർശിപ്പിക്കപ്പെട്ട വെളിപ്പെട്ട നീതിയാൽ, കൃപയാൽ കൃപ വാഴുകയാണ്. കൃപ വാഴുന്നു, കൃപയാണിപ്പോൾ വാഴുന്നത്. അപ്പം പാപത്തെയും മരണത്തെയും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ, ക്രിസ്തുവിൻ്റെ ക്രൂശിലെ പരമയാഗത്തിലൂടെ പാപത്തെയും മരണത്തെയും തോൽപ്പിച്ചു. കൃപ അത്യുത്തമമായി മേൽത്തരമായി വീണ്ടെടുപ്പിലൂടെ വാഴുകയാണ്. ക്രിസ്തുവേശുവിലൂടെയുള്ള ആ നിരപ്പിലൂടെ, മനുഷ്യകുല നിരപ്പിലായി ദൈവമായി അപ്പം കൃപ വാഴുകയാണ്. ഇതാണ് റോമർ 5:1, 5:6, 5:8 മുതൽ 11 വരെ, 15 മുതൽ 19 വരെ, റോമർ 5:21 വാക്യങ്ങളെല്ലാം. റോമർ 8:3-4, 1 യോഹന്നാൻ 5:4-5, 1 യോഹന്നാൻ 5:11. ആ വേദഭാഗങ്ങളൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായം, 1 യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ഈ ലോകത്ത് ജയിക്കുന്നു. ഒരു പുതുജന്മം, വീണ്ടും ജന്മം, ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന അവസ്ഥ. നമ്മുടെ അപ്പനും അമ്മയിലൂടെയല്ല, ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന അവസ്ഥ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ഈ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? കർത്താവ് യേശുവിലുള്ള വിശ്വാസം. അതാണ് നമ്മൾ ലോകത്തിൽ നിന്ന്, ഈ ലോകത്തിൽ മരണം നിറഞ്ഞു കിടക്കുന്ന ലോകത്തിൽ നിന്ന് നമ്മൾ ജയിക്കുന്നവരായി മാറുന്നത് ലോകത്തെ ജയിച്ച യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടാണ്. അതേ അധ്യായത്തിൻ്റെ 11-12 വാക്യം. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ദൈവം ഒരു സാക്ഷ്യം തരുന്നുണ്ട്. ആ സാക്ഷ്യം എന്താണ്? മനുഷ്യകുലത്തിലെ നിത്യജീവൻ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ വലിയ ദാനം, നിത്യജീവൻ. അപ്പോൾ അവൻ്റെ ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവൻ്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. അപ്പോൾ ദൈവകൃപ പ്രദർശിപ്പിക്കപ്പെട്ടു. അത് ദൈവത്തിൻ്റെ നീതിയുടെ, രക്ഷിക്കുന്ന ശക്തിയുടെ പ്രദർശനമാണ്. ദൈവനീതിയുടെ പ്രദർശനമാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ ക്രിസ്തുവിലാണ് വെളിപ്പെട്ടത്. അത് ദൈവത്തിൻ്റെ വെളിപാടാണ്. ദൈവം നമ്മെ തന്നെ താഴ്ത്തി മനുഷ്യരിൽ ഒരുവനെ പോലെ കർത്താവ് യേശുവിലൂടെ ദൈവം ഇറങ്ങി വന്നു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. കൃപയാണ് ദൈവകൃപ. ആ കൃപ വെളിപ്പെട്ടതുകൊണ്ട് ആ കൃപാസനമായ യേശു തന്നെ കൃപാസനമായി മാറി. റോമലേഖനം 3:21-25 വരെ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവനെ പരസ്യമായി നിർത്തി. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 8-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഈ വിധത്തിലാണ്. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ട് അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ ആത്മീക സമ്പന്നതയിൽ എത്തിക്കാൻ കർത്താവ് യേശു ദരിദ്രനായിട്ട് മാറി. നമ്മൾ ഈ പഠനം ഉപസംഹരിക്കുമ്പോൾ ആദാമും ക്രിസ്തുവും തമ്മിലുള്ള ഒരു താരതമ്യം, അത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പാപത്തിൻ്റെ ഭരണവും കൃപയുടെ ഭരണവും, പാപത്തിൻ്റെ വാഴ്ച കൃപയുടെ വാഴ്ച, ഇത് തമ്മിലുള്ള താരതമ്യം. പാപത്തിൻ്റെ വാഴ്ച ആദാമിലൂടെ വന്നു, കൃപയുടെ ഭരണം ക്രിസ്തുവിലൂടെ വന്നു. ഇത് തമ്മിലുള്ളൊരു താരതമ്യം നമുക്ക് നോക്കാം. ആദാമിലും ക്രിസ്തുവിലും സംഭവിച്ച കാര്യങ്ങൾ. ആദ്യമായി ആദാമിൻ്റെ ഒരു പ്രവൃത്തി നിമിത്തം അനേകർ പാപികളായി മാറി. റോമർ 5:15. ആദാമിൻ്റെ ഒരു പ്രവൃത്തി നിമിത്തം അനേകർ പാപികളായി. എന്നുവെച്ചാൽ അനേകർക്ക് പാപം ചെയ്യാനുള്ള അവസരമായി. ലോകത്തിലേക്ക് പാപം വന്നു. ആദാമിൻ്റെ പാപം നിമിത്തം അനേകർ. അതാണ് റോമർ 5:15 വാക്യത്തിൽ ഇപ്രകാരം പറയും. റോമർ 5:15. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. അപ്പോൾ ആദാമിലൂടെ വന്ന പാപം ലോകത്തിൽ വ്യാപിച്ചു, എല്ലാവരും പാപം ചെയ്തു, അതുകൊണ്ട് എല്ലാവരും മരിച്ചു. മറുവശത്ത് ക്രിസ്തു എന്ന ഏക മനുഷ്യൻ്റെ നീതിയാൽ അനേകരും നീതിമാന്മാരാകും. എന്നുവെച്ചാൽ അനേകരും വിശ്വാസം എന്ന മാനദണ്ഡത്തിലൂടെ കർത്താവ് യേശു എന്ന ലോകരക്ഷകനെ വിശ്വസിക്കുന്നത് വഴി ദൈവം അനേകരെ നീതീകരിക്കും. കർത്താവ് യേശു വന്നതുകൊണ്ട് താനേ ആരും നീതീകരിക്കപ്പെടില്ല. ഓരോരുത്തരും കർത്താവ് യേശുവിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ ദൈവരെ നീതീകരിക്കും. അത് റോമർ 5:18 കണ്ടു. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നു.
അപ്പോൾ നീതീകരണം വരണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ മരിച്ചതുകൊണ്ട് മാത്രമല്ല, ആ യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാണെന്ന് വിശ്വസിച്ച് യേശു പറയുന്ന കൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ് നീതീകരണം എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നീതീകരണത്തിൻ്റെ വഴി തുറന്നു, ഞാൻ ആ നീതീകരണം സ്വീകരിക്കണം. ആദാമിലൂടെ ലോകത്തിലേക്ക് പാപം വന്നു, ഞാൻ പാപം ചെയ്തു. രണ്ടാമത്തെ താരതമ്യം, ആദാം മരണം കൊണ്ടുവന്നു. റോമർ 5:12, 17, 1 Corinthians 15, 21, 22, 48, 48 ആദാമിലൂടെ വന്നത് മരണമാണ്. ക്രിസ്തുവിലൂടെയോ ജീവനാണ്. യോഹന്നാൻ 10:10 ഞാൻ വന്നത് അവർക്ക് സമർത്ഥമായ ജീവൻ ഉണ്ടാകാൻ. യഥാർത്ഥ ജീവിതം, യഥാർത്ഥ ജീവൻ, ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാണ്. യോഹന്നാൻ 10:10, യോഹന്നാൻ 14:6. അപ്പം ആദാം മരണം കൊണ്ടുവന്നു, ക്രിസ്തു ജീവൻ കൊണ്ടുവന്നു. മൂന്നാമത്തെ താരതമ്യം, ആദാം അനീതിയുള്ള മനുഷ്യൻ്റെ പ്രതിനിധിയാണ്. അനീതി നിറഞ്ഞ മനുഷ്യൻ്റെ, ദുഷ്ട നിറഞ്ഞ മനുഷ്യൻ്റെ പ്രതിനിധിയാണ് ആദാം. ഏക മനുഷ്യൻ, പറുദീസ, പരിശുദ്ധമായൊരു സ്ഥലത്ത് ജീവിച്ചിട്ടും ദൈവത്തോട് മത്സരിച്ചു. ഇന്നത്തെ ലോകത്തിലെ മനുഷ്യരുടെ അവസ്ഥ, അവരുടെ പ്രതിനിധിയാണ് ആദാം. എഫേസ്യർ 2:3 പറയുന്ന പോലെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവം ജീവിപ്പിച്ചതിനെക്കുറിച്ച് പറയും. എന്നിട്ട് അവിടെ എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമുഖങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. ഇതാണ് മനുഷ്യൻ. അപ്പം കർത്താവ് യേശു എന്തിൻ്റെ പ്രതിനിധിയാണ്? നീതിയുടെ പ്രതിനിധിയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 1:30 അവ നമുക്ക് ദൈവത്തിലുള്ള നീതീകരണമാണ്. 2 Corinthians 17-21 വരെ ലോകത്തെ ദൈവം ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ, സുവിശേഷം മനുഷ്യകുലത്ത് നൽകപ്പെട്ടു. റോമർ 5:19 പറയുന്നത് പോലെ ക്രിസ്തു നീതീകരിക്കപ്പെട്ടവരുടെ പ്രതിനിധിയാണ്. ഏകൻ്റെ അനുസരണത്താൽ ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. കർത്താവ് യേശു അനുസരിച്ച്, പുത്രനെങ്കിലും താൻ അനുസരിച്ച കഷ്ടപ്പാടുകളിലൂടെ തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്ക് രക്ഷാകാരണമായി. അപ്പോൾ കർത്താവ് യേശുവിൻ്റെ പാത പിന്തുടർന്ന് ക്രിസ്തു ഒരുക്കി തന്ന വഴിയുടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ നീതിമാന്മാരാകുന്നത്. നാലാമത്തെ താരതമ്യം, ആദാം കൊണ്ടുവന്ന ശിക്ഷാവിധിയാണ്, ക്രിസ്തു കൊണ്ടുവന്നത് നീതീകരണമാണ്, പ്രശംസയാണ്. ആദാം കൊണ്ടുവന്നത് ശിക്ഷാവിധി. റോമർ 5:16-18 ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യം ഒരുപോലെയല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. മറുവശത്ത് ക്രിസ്തു കൃപാപരമോ അനേക ലംഘനങ്ങൾ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. അഞ്ചാമതായിട്ട് ആദാമിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു ദൈവത്തോടുള്ള പ്രസാദം. ദൈവത്തിൻ്റെ വലിയ കൃപ, ദയ, പ്രസാദം നഷ്ടപ്പെട്ടു ആദാമിൽ. റോമർ 5:15 പറയുന്ന പോലെ എന്നാൽ ലംഘനത്തിൻ്റെ, ഞാൻ വീണ്ടും വാക്യങ്ങൾ വായിക്കുകയാണ് വിട്ടുപോകുന്നവർക്ക് അല്പമെങ്കിലും ചിന്തിക്കാനായിട്ട്. ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല, രണ്ട് തമ്മിൽ വ്യത്യാസം. ഒന്ന് ലംഘനം, ഒന്ന് കൃപാവരം. കൃപാവരം ക്രിസ്തുവിലൂടെയുള്ളത്. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു, ദൈവത്തിൻ്റെ പ്രസാദം നഷ്ടപ്പെട്ടു. എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. അപ്പം ആദാമിലൂടെ ഭൂമിയിൽ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ കൃപ നഷ്ടമാക്കി, പ്രസാദം നഷ്ടമാക്കി. മറുവശത്ത് ക്രിസ്തു ആ കൃപ നമുക്ക് പുനഃസ്ഥാപിച്ചു തന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. റോമർ 3:24 നമുക്കത് കാണാൻ സാധിക്കും. റോമർ 3:24 പറയുന്നു, അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതിയിരിക്കപ്പെട്ടത്. ആറാമതായി, ആദാം ദൈവത്തെ വേദനിപ്പിച്ചു, ക്രിസ്തു ദൈവത്തെ പ്രസാദിപ്പിച്ചു. ആദാം ദൈവത്തെ വേദനിപ്പിച്ചവനാണ്, ക്രിസ്തു ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവിടെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി 3:17, മത്തായി 17:5, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ ക്രിസ്തു പറഞ്ഞത് പ്രകാരമാണ്. യോഹന്നാൻ 8:29 അവിടെ ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവനെ ഏകനായി വിട്ടിട്ടില്ല. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നു. ഏഴാമതായിട്ട്, ആദാം മരണത്താലുള്ള പാപത്തിൻ്റെ വാഴ്ച കൊണ്ടുവന്നു. പാപം വാഴുന്നു മരണത്തിലൂടെ, കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആദാം കൊണ്ടുവന്നതാണത്. റോമലേഖനം 5:13, 14, 17, 21 വാക്യങ്ങളിൽ നമുക്കത് കാണാം. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിൽ തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. അതിൻ്റെ 17-ാം വാക്യം, ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏക നിമിത്തം വാണു.
21 വാക്യം, പാപം മരണത്താൽ വാണതുപോലെ മറുവശത്ത് നീതി വാഴുകയാണ്. നീതി വാഴുകയാണ്. 5:17, 18, 21. 5:17 വാക്യത്തിൽ കാണാം, കൃപയുടെ നീതിദാനത്തിലെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു ഏകനിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. 18 വാക്യത്തിലും ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. കൃപയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതാണ്. അപ്പം പാപം എങ്ങനെ വാണത്? മരണത്തിലൂടെ വാഴുന്നു. കൃപ നീതിയാൽ വാഴുന്നു. അവസാനമായിട്ട് ആദാമിലൂടെ പാപം പെരുകി. റോമർ 5:20 പറയുന്ന പോലെ, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്നു. അദ്ദേഹത്തിൽ ന്യായപ്രമാണം കൊണ്ടുവരേണ്ടി വന്നു. കണ്ണാടി കൊണ്ടുവരേണ്ടി വന്നു മനുഷ്യരുടെ മുഖം കാണിച്ചു കൊടുക്കാൻ. പാപം എന്താണെന്ന്, അതിൻ്റെ ഗൗരവം എന്താണെന്ന്, അതിൻ്റെ ദോഷം എന്താണ്, എത്ര തരത്തിലുള്ള പാപമാണ് ചെയ്തു കൂട്ടിയത്, ദൈവത്തിൻ്റെ നിലവാരങ്ങൾ തകർത്തത് ഏതൊക്കെ മേഖലകളിലാണെന്ന് നമുക്ക് കാണിച്ചു തരാൻ ദൈവം പ്രമാണം കൊണ്ടുവന്നു. പ്രമാണം ഇടയിൽ വന്ന് ചേർന്നതാണ്. അതിൻ്റെ ആവശ്യമുണ്ടായി. കാരണം മനുഷ്യർ പാപം ബോധ്യപ്പെടുന്നില്ല. ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. പാപം പെരുകി. അതാണ് ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശവും. മറുവശത്ത് പെരുകിയ പാപത്തെ മറികടക്കാൻ അത്യുത്തമമായ മേൽത്തരമായ കൃപയും വന്നു. സൂപ്പർ അബൻഡൻസ്, അതിശക്തമായ കൃപയും ഉണ്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത്, പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന്. പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പം ഇതാണ് ഒന്നാം ആദാവും രണ്ടാം ആദാവും തമ്മിലുള്ള താരതമ്യം. ഒന്നാം ആദാമിലൂടെ സംഭവിച്ച തകർച്ച, ശാപം, ശിക്ഷാവിധി, മരണം എല്ലാം ക്രിസ്തു രണ്ടാം ആദാമായ ക്രിസ്തുവിലൂടെ പരിഹരിക്കപ്പെട്ടു. അപ്പോൾ നമുക്ക് വേണ്ടത് പുതിയൊരു പാരമ്പര്യമാണ്, ഒരു പുതിയ ജനനമാണ്, ഒരു പുതിയ മനുഷ്യകുലമാണ്. അതാണ് ക്രിസ്തുവിൽ ദൈവം ഒരുക്കിയത്. അതാണ് നമ്മൾ 6-ാം അധ്യായം മുതൽ കാണാൻ പോകുന്നത്. ഒരു പുതിയ ആരംഭം വേണം, ഒരു പുതിയ അവസ്ഥ വേണം. അത് ക്രിസ്തുവിൽ നമുക്ക് ഒരുക്കി തരികയാണ്. കാരണം റോമർ 6:21 പറയുന്ന പോലെ, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിത്യജീവനാണ്. അപ്പോൾ അതൊരു വീണ്ടും ജനനത്തിലൂടെ ആരംഭിക്കുകയാണ്. വീണ്ടും ജനനം വേണം, തീർച്ചയായും വേണം. പുതിയ ജനനം ആദാമിലൂടെ ലഭിച്ചത് അവസാനിപ്പിച്ചിട്ട് ഒരു പുതിയ ജനനം ക്രിസ്തുവിലുണ്ടാകണം. അതെങ്ങനെ, അതെന്ത് എന്നുള്ളതാണ് 6-ാം അധ്യായം മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. നാളെ മുതൽ നമ്മൾ ആ വിഷയം ചിന്തിക്കുന്നതാണ്. നീതി, വിശ്വാസത്തിലുള്ള നീതീകരണം എന്ന വിഷയത്തിൽ പൂർണ്ണതയുള്ള നീതി എന്ന തലക്കെട്ടിൽ നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ റോമലേഖനം 5-14 പാഠങ്ങൾ, അവതരണങ്ങൾ നടത്തി. പൂർണ്ണമായി മനസ്സിലായോ എന്ന് ചോദിച്ചാൽ ആർക്കും പൂർണ്ണമായി വ്യക്തമായി ബോധ്യപ്പെട്ടു എന്ന് പറയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല. ബുദ്ധിമുട്ടുള്ള വേദഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ബൈബിളിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വേദഭാഗമായിട്ട് റോമർ 5:12 മുതൽ 21 വരെ വിശ്വസിക്കുന്നത്. പക്ഷേ എങ്കിലും ലളിതമായിട്ട് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു ആദാമിലൂടെ സംഭവിച്ച തകർച്ച, ദുരന്തം, ശാപം, ശിക്ഷാവിധി, മരണം, മരണത്തിൻ്റെ വാഴ്ച, പാപത്തിൻ്റെ വാഴ്ച, ഇതെല്ലാം യേശുക്രിസ്തുവിലെ ദൈവം നൽകി തന്നുകൊണ്ട് ദൈവകൃപയാലും കൃപയാലുള്ള ദാനത്താലും ക്രിസ്തുവിൽ എങ്ങനെയാണ് ദൈവം പരിഹരിച്ച് തന്നത് എന്ന് നമ്മളെ മനസ്സിലാക്കി തന്നുകൊണ്ട് എന്താണ് മനുഷ്യൻ എന്ന് ദൈവം കാണിച്ചിരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ ചിത്രമാണ്. മനുഷ്യകുലത്തിൻ്റെ അവസ്ഥ എന്താണ്? ആദാമിൻ്റെ പാപത്തിന് നാം കുറ്റക്കാരല്ല. എൻ്റെ പാപത്തിന് ഞാൻ കുറ്റക്കാരനാണ്, നിങ്ങളുടെ പാപത്തിന് നിങ്ങൾ കുറ്റക്കാരാണ്. നാം എല്ലാവരും പാപം ചെയ്തു എന്ന് ദൈവം പറയുമ്പോൾ തർക്കിച്ചിട്ട് കാര്യമില്ല. പാപം ചെയ്യാത്തവരാരുമില്ല, പാപം ചെയ്യാത്തൊരു മനുഷ്യനില്ലല്ലോ എന്നാണ് വചനം. എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും പാപത്തിൻ്റെ കീഴിലാണ്. റോമർ 3:9, റോമർ 3:21, 23 എല്ലാവരും പാപം ചെയ്തു. ഏകമനുഷ്യരുടെ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. അങ്ങനെ എല്ലാവരും പാപം ചെയ്യുക. റോമർ 5:12. ഒരു വാക്യമല്ല, അനവധി വാക്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു നാം പാപം ചെയ്തു, അതുകൊണ്ടാണ് നാം പാപികളായത്. നമ്മൾ പാപം ചെയ്യാനുള്ള സാഹചര്യം ലോകത്തിലുണ്ട്. അത് ആദാം കാരണക്കാരനാണ്. ആദാം ചെയ്ത പാപത്തിന് നാം കുറ്റക്കാരല്ല. പക്ഷേ പാപം കൊണ്ടുവന്ന ഭവിഷ്യത്തുകൾ, അനന്തരഫലം ലോകത്തിൽ നിറഞ്ഞു കിടക്കുന്നു. ഭൗതിക മരണം മുതൽ ലോകത്തിലുള്ള സകലവിധമായ ദുരന്തങ്ങളും മനുഷ്യൻ്റെ പാപത്തിൻ്റെ അനന്തരഫലമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപത്തിന് മാത്രമാണ് നമ്മൾ കണക്ക് പറയേണ്ടത്. അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പൊളിക്കില്ല. പാപം ചെയ്യുന്ന ദേഹി മാത്രമേ മരിക്കൂ. അനവധി വാക്യങ്ങൾ നമ്മൾ കണ്ടു, പഴയമത്തിലും പുതിയമത്തിലും. ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടാൻ കർത്താവ് കൽപ്പിച്ചു.
ശിശുക്കൾ ജനിക്കുന്നത് പാപത്തോടെയല്ല, ഒരു പാപം ചെയ്യുകയാണ്. അപ്പോഴാണ് പാപികളാകുന്നത്. ദൈവം സഹായിക്കട്ടെ. റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ പഠനം നാളെ മുതൽ ആരംഭിക്കുന്നു. താങ്ക് യു.